and welcome back to my YouTube channel. I hope all of you are doing really well. Christmas ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് 24-ാം തീയതി. അപ്പോൾ ഇന്ന് അച്ചാച്ചന്മാരും അമ്മച്ചിയും അപ്പച്ചനും പിള്ളേരും വല്യമ്മയും അച്ചാച്ചനും എല്ലാവരും ഇന്ന് വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനുള്ള കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഈ ഏരിയ അമ്മയുടെ കുക്കിംഗ് ആണ്, നോൺ വെജ് സംഭവങ്ങൾ അങ്ങനെ. അപ്പം ഞാനും വാവച്ചനും കൂടി ഇന്ന് ചീസ് കേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ആസ് ദ ഡിസേർട്ട്. അപ്പോൾ ഐ തോട്ട് ഐ വിൽ സ്റ്റാർട്ട് ദ വീഡിയോ വിത്ത് ദ ചീസ് കേക്ക്. അപ്പൊ എന്നെ വീഡിയോ എടുക്കുമ്പോൾ ഒരു പ്രൈസ് ഉണ്ട് വീഡിയോക്ക്. ഒരു സ്പൂൺ എടുത്തിട്ട് വാ അവിടുന്ന് എൻ്റെ അകത്തുനിന്ന്. നമ്മൾ ഉണ്ടാക്കുന്ന ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു നോ ബേക്ക് ചീസ് കേക്ക് ആണ്. ബേക്ക് ചെയ്യണ്ട, അത് ബേക്ക് ചെയ്യാണ്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കണ ചീസ് കേക്ക്. ഇതിന്റെ ബേസിലും ഈക്വലി ഇട്ടിട്ട് ഫ്ലാറ്റ് ആക്കണം. ഓക്കെ, ആവച്ചൻ ആദ്യമായിട്ട് ഹെൽപ്പ് ചെയ്യണം കുക്ക് ചെയ്യാൻ. തിക്ക് ലെയർ വേണോ? അങ്ങനെ അധികം തിക്ക് വേണ്ട. ലൈക്ക് യു നോ റൈറ്റ് ഹൗ വി മേക്ക് ചീസ് കേക്ക്. രണ്ട് ചീസ് കേക്കിനുള്ള അളവാണ് നമ്മൾ എടുത്തേക്കുന്നത്. കാരണം ഒരെണ്ണം കൊണ്ട് എല്ലാവർക്കും തികയാത്തതുകൊണ്ട് ഇതിലും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ 2 ചീസ് കേക്കിനുള്ള റെസിപ്പി ആട്ടോ അത്. വേണോ? ദാറ്റ് ഈസ് ഓക്കെ. തീർക്കോ അത് ഫുള്ള് അവസാനം? ഉണ്ടാവില്ല, ചീസ് കേക്ക് ഉണ്ടാവില്ല ഇനി. ആക്ച്വലി ജസ്റ്റ് ബിസ്ക്കറ്റ് ആൻഡ് ഈ ബട്ടർ മിക്സ് ചെയ്യണ ഒരു പ്രത്യേക ടേസ്റ്റാ, ഭയങ്കര ടേസ്റ്റാ ഫോർ നോ റീസൺ. ഓക്കേ, ഡൺ. ഹണി അമ്മ എവിടെയാ വെച്ച എനിക്ക് അറിഞ്ഞൂടാ. ഇതാണോ സ്പ്രെഡ് ചെയ്തേ? അത് കീപ് ഇറ്റ് ഇൻസൈഡ് ദ ഫ്രീസർ. നമ്മൾ ആദ്യം ഇത് ബേസ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഹാർഡ് ആക്കണം. അതായത് കുറച്ചും കൂടി ഫ്ലാറ്റ് ആക്കടാ. മാക്സിമം ഫ്ലാറ്റ് ആക്കാൻ നീ കൈ വെച്ച് ആക്കണ്ട. എല്ലാം നേരെ ഒരു സെയിം ലെവലിലാക്കി ഇങ്ങനെ സ്മൂത്ത് ആക്കിയിട്ട് ആക്കിയിടും. Some professional cake artistry, something like that. This is rare honey. This is Kashmir honey. ഇത് ഞങ്ങൾ ഇന്നലെ ലുലു പോയപ്പോ വാങ്ങിച്ചത്. ഫ്രീസറിനകത്ത് വെക്കാണ്. ഫ്രീസറിന്റെ അകത്ത് വെച്ച് മീറ്റിന്റെ കൂടെ വെക്കരുത്. എന്തിന്റെ കൂടെ? മീറ്റ് ഉണ്ട് എൻ്റെ അകത്ത്, അതിന്റെ കൂടെ വെക്കരുത്. എല്ലായിടത്തും മീറ്റ് അവിടെ വെച്ചോ. ഒരെണ്ണോടാക്കി ഇതോടെ താഴെ വെച്ചോ, ആ ബോക്സിന്റെ മുകളിൽ. അല്ല, മുകളിൽ. വിപ്പിംഗ് ക്രീം മിക്സ് ചെയ്യും. ഓവർ ഇട്ടതാക്കല്ലേ, ഓവർ ഇട്ടതാക്കരുത്. കുറച്ച്. I can eat this raw, right? No, why do you want to eat everything raw? അമ്മ നോൺ വെജ് കുക്കിംഗ് എല്ലാം അമ്മയാണ് ചെയ്യുന്നത്. ആ ഭാഗത്തോട്ട് നമ്മൾ പോകില്ല. ഏപ്രിൽ ആള് വേറെയാ. I want to mix that. You mix this. This is whipping cream. Base എടുത്ത് ഫ്രീസറിനകത്ത് വെച്ചു. I can't be aggressive. Okay. Now for the very softest part. Stop. നക്കല്ലേ. That's so good. നമ്മൾ ഇതിന്റെ അകത്തോട്ട് ഒഴിക്കും. ഇത് ഞാനൊക്കെ. No, this has to be mixed carefully, so I will do it.
Hopefully there is enough for both the patrons. No, I don't think so. We'll see. I don't know. We'll see. Where is that spoon you used earlier? ഇതില് റോ എഗ് ഒന്നും ഇല്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് there's just whipping cream and cream cheese, but you can eat cream cheese raw. You can. Yeah, you can. You told me we can't. You can. I can't. You can put cream cheese on like toast and stuff. You told me I can't eat it. It's because I didn't want you eating the cheesecake before it sets. Really? ഓൾറെഡി എടുത്തു. നമ്മൾ ഇത് ഫ്രിഡ്ജല്ല ഫ്രീസറിന്റെ അകത്ത് വെക്കും. സ്ഥലമില്ല ഫ്രീസറിൽ, പക്ഷെ ഇനി ഇത് നമ്മൾ ഇടക്കിടക്ക് നോക്കും ആയോന്ന്. ഞാൻ ഇച്ചിരി ജലറ്റിൻ കൂട്ടിയിട്ടിട്ടുണ്ട് വേഗം ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആവേണ്ടതാണ് സാധാരണ. അപ്പോൾ നമുക്കിനി കസിൻസ് ഒക്കെ വരും, അപ്പൊ ഞാൻ അവരെല്ലാം കാണിച്ചു തരാം. കുട്ടി ഹായ് പറഞ്ഞേ. നീ ഹായ് പറഞ്ഞേ. നീ ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. Okay, so this is Jaron, this is Asamol, that is Jokuten, and this is Hazel. This is Appachan. ഇതെന്റെ അനിയൻ. അമ്മച്ചി അടുക്കളയിലാണ്. അമ്മച്ചി അടുക്കളയിലുണ്ട്. അത് അച്ഛൻ. ജോക്കുട്ടിന് മുന്നിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സുഹൃത്തുക്കളെ. ജോക്കുട്ടനാണ് ഫസ്റ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞത്. അപ്പൊ ഇനി കുറച്ച് സംഭവങ്ങളും കൂടി ചെയ്തു തീർക്കാനുണ്ട്. ഫസ്റ്റ് നമുക്കൊരു സിമ്പിൾ ഗ്വാക്ക് പോലത്തെ ഒരു സാധനം അവക്കാഡോ വെച്ചിട്ടുണ്ടാക്കണം. പിന്നെ ഒരു പൈനാപ്പിൾ ചീസ് ഈ ടൂത്ത് പിക്ക് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്, അത് ചെയ്യണം. പിന്നെ എൻ്റെ ചീസ് കേക്കിൻ്റെ മുകളിൽ ഇടാനുള്ള സ്ട്രോബെറിയും ബ്ലൂബെറിയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പൊ നമുക്ക് അതൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഈ പൈനാപ്പിള് ജസ്റ്റ് ബൈറ്റ് സൈസ് കുഞ്ഞ് പീസാക്കി വെട്ടിയിട്ട് നമ്മളിത് ടൂത്ത് പിക്കിൽ കുത്തും. അപ്പോൾ ടൂത്ത് പിക്ക്, ചീസ് ആൻഡ് സോസേജ്, നമ്മൾ കുഞ്ഞ് സോസേജ് കിട്ടും, കോക്ടെയിൽ സോസേജ് എന്ന് പറഞ്ഞിട്ട്. ആ സോസേജ് ആണ് നമ്മൾ ഇതിൻ്റെ ഒപ്പം ഇടുന്നത്. അപ്പം അത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, ഇനി അത് വറക്കണം. അപ്പം അതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഓൾറെഡി കട്ട് ചെയ്ത് ടൂത്ത് പിക്കിലാക്കി വെക്കാം എന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ഈസ് ചീസ്. നമ്മൾ ഓൾറെഡി ക്യൂബുള്ള ചീസാണ് വാങ്ങിച്ചത്. അപ്പോൾ ദിസ് ആർ ലിറ്റിൽ ബിഗ്, കുറച്ചും കൂടി വലിയ ക്യൂബ്സ് ഉള്ളതാണിത്. അപ്പോൾ നമ്മളിതൊന്ന് കുറച്ചും കൂടി സ്മോൾ ആക്കും, എന്നിട്ട് നമുക്കിത് ടൂത്ത് പിക്കിൽ ഇടാം. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഇതും കൂടി സ്ക്യൂവറിലാക്കിയിട്ട് നമുക്ക് ഈ പാത്രത്തിൽ വെക്കാം. എന്നിട്ട് സോസേജ് വറുത്ത് കഴിയുമ്പോൾ സോസേജ് ഇതിൻ്റെ അകത്ത് കുത്തി വെക്കാം. സോ ചീസ് ഫസ്റ്റ് ആൻഡ് ദെൻ പൈനാപ്പിൾ. ദിസ് ഇസ് ഫോർ ദ ഗുവാക്കമോളി. എക്സാക്ട്ലി ഗുവാക്കമോളി ഒന്നും അല്ല, അതുകൊണ്ട് ആരും പ്ലീസ് ഡോണ്ട് അറ്റാക്ക് മീ സേയിങ് ദിസ് ഇസ് നോട്ട് ഗുവാക്കമോളി. ഇറ്റ്സ് ജസ്റ്റ് ഇവിടെ അവക്കാഡോ ഒന്ന് ഇച്ചിരി ടേസ്റ്റ് ആക്കിയിട്ട് തിന്നാനുള്ള ഒരു സംഭവം. അപ്പം നമ്മൾ ഒരുപാട് പേരുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മൾ ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ട്, അപ്പം അതിൻ്റെ ഒപ്പം തിന്നാൻ
ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാണിത്. അപ്പ ഉണ്ടായിരുന്നെങ്കിൽ അപ്പേനെ കൊണ്ട് അരിയിപ്പിക്കണം. പക്ഷെ അപ്പ മീറ്റിങ്ങിന് പോയി. വേണ്ട, എനിക്ക് വിശ്വാസമില്ല. അച്ചാച്ചനെ എനിക്ക് വിശ്വാസമില്ല. നന്നായിട്ട് സവാള ചെയ്യണം. ഐ ഡോണ്ട് കെയർ. സവാള ചെയ്യുമ്പോൾ വലിയ ഇങ്ങനെ ഇല്ല, നോ സാധനം അരിയുമ്പോൾ നോ നോ വെക്കണം. അപ്പൊ നമ്മളുടെ കൈ ഇതിങ്ങനെ മുറിയില്ല, കണ്ട ഇങ്ങനെ 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 ഇതായി. മനസ്സിലായോ? ഇങ്ങനെ വെക്കണം. ഇങ്ങനെ പിടിച്ചരിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം മുറിയാനുള്ള സാധ്യത. ഇങ്ങനെ വെക്കണം. അപ്പൊ നമ്മളിത് ഇങ്ങനെ 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 അത് ശ്രദ്ധിക്കും. എടുത്തിട്ട് നമ്മൾ ഇതിനെ അരിയും. ദാറ്റ് ലുക്സ് നൈസ്. ഇതിന്റെ മുകളിൽ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും, അത് നമ്മൾ എടുക്കരുത്. പറയ്. It's not even biting it. ഇനി അവന്റെ അടുത്തോട്ട് ഈ സാധനം കൊണ്ടുവന്ന് അവൻ ഓടും. ആര് കൊച്ചാക്കണ? നമ്മുടെ വാട്ടർമെലൺ സാലഡായി, ഗോക്കമോളി ആയി, ഇതും ആയി, എൻ്റെ ചീസ് കേക്കിലേക്കുള്ള സാധനമായി, എല്ലാം ആയി. ഇനി ഇതെല്ലാം ഞങ്ങൾ റാപ്പ് ചെയ്തിട്ട് എടുത്ത് ഫ്രീസറിൽ വെക്കണം. എന്നിട്ട് വി ആർ ഗോയിങ് ടു ദ ചർച്ച്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ നൊയമ്പ് മുറിക്കാനുള്ള ഫുഡെല്ലാം എടുത്തു വെച്ചു. സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മ രാവിലെ ഉണ്ടാക്കിയ മട്ടൺ സ്റ്റൂ, പിന്നെ വീട്ടിലുണ്ടാക്കിയ വട്ടയപ്പം ഉണ്ടായിരുന്നു, ബീഫ് ബ്രിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ബീഫ് ബ്രിസ്ക്കറ്റ് മാത്രമാണ് വാങ്ങിച്ചത് അന്ന് ഈവനിങ്ങിനുള്ള ഫുഡ്. നമ്മൾ ഇത് മാത്രമാണ് വാങ്ങിച്ച ഫുഡ്. എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ബീഫ് ബ്രിസ്ക്കറ്റ് വാങ്ങി. പിന്നെ വലിയൊരു മീൻ, ഏത് മീനാണെന്ന് എനിക്കറിയില്ല, മീൻ വാങ്ങിച്ചിട്ട് മീൻ ഫ്രൈ ചെയ്തിട്ട് അതും വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലൊരു കുഞ്ഞ് സാലഡ് പോലെ. പിന്നെ വലിയ പ്രോൺസ്, ഞങ്ങൾ ലുലു പോയപ്പോൾ കുറച്ച് മീറ്റും ഫിഷും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അവിടെ നിന്നാട്ടോ വാങ്ങിച്ചത്, ലുലുവിനാണ് വാങ്ങിച്ചത്. അപ്പോൾ പ്രോൺസ് ഫ്രൈ ചെയ്തു, ബീഫ് ഡ്രൈ ഫ്രൈ ചെയ്തു. പിന്നെ ഇതും ഞങ്ങൾ ലുലുവിന് ഓൾറെഡി വേറെ വേറെ മസാലയിൽ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഉണ്ടായിരുന്നു. സോ ദിസ് ഇസ് ദാറ്റ്. അങ്ങനെ ദാറ്റ് വാസ് ആർ ക്രിസ്മസ് നൈറ്റ് ഡിന്നർ.
ഹാപ്പി ക്രിസ്മസ്. Happy Christmas. Happy Christmas. ഫുഡൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാവരും കൂടി ഉണ്ണീശ്വരനെ എടുത്ത് കൂട്ടിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗിഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. 2-3 ദിവസം മുമ്പ് ഞാനും അമ്മയും കൂടി ലുലു പോയിട്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വ്ളോഗ് അമ്മയുടെ ചാനലിലുണ്ട്, എല്ലാവരും ആ വീഡിയോ പോയിട്ട് കാണണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഗിഫ്റ്റെല്ലാം ഓപ്പൺ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഈ സംഭവം. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അമ്മ എനിക്കും വാവച്ചനും കൂടി ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് ആക്ച്വലി എ സർപ്രൈസ്. എനിക്ക് അവനും വാങ്ങിച്ച കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കാരണം ബാക്കിയുള്ളവർക്ക് വാങ്ങിച്ചപ്പോൾ ഞങ്ങളും ഉണ്ടായിരുന്നു അമ്മയുടെ അപ്പയുടെയും കൂടെ. മോസ്റ്റ് ഓഫ് ദി ഇയേഴ്സ് നമ്മളിങ്ങനെ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് അമ്മ എല്ലാവർക്കും വാങ്ങിച്ച് തരാറുണ്ട്. നമ്മുടെ ഒരു ട്രഡീഷൻ പോലത്തെ ഒരു സംഭവമാണിത്. എനിവേസ് പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. എസ്പെഷ്യലി ദ സ്മോൾ വൺ, ഹി വാസ് വെയിറ്റിംഗ് ടു ഓപ്പൺ ഹിസ് ഗിഫ്റ്റ്. അപ്പോൾ ഐ ഹോപ്പ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു കമന്റ് ബിലോ ആസ് വെൽ. അപ്പോൾ എല്ലാവർക്കും